പെൺതാരം വ്യക്തിഗത പുരസ്കാരമാണ്. വ്യക്തിഗത സംരംഭത്തിൽ ഒന്നാം സമ്മാനം ആഷിക ഖദീജ, കോഴിക്കോട്. വിജയത്തിലേക്ക് യാത്ര അത്ര എളുപ്പമായിരുന്നില്ല, അത്ര മധുരമുള്ളതുമായിരുന്നില്ല, ഇച്ചിരി കയ്പൊക്കെ ഉണ്ടായിരുന്നു. കയ്പും മധുരവും നിറഞ്ഞ ആ യാത്ര നമുക്കൊരിക്കൽ കൂടി കാണാം. ചെറുപ്പം തൊട്ടേ മേ ബി എൻ്റെ ഒരു പാഷനായിട്ടുള്ളതാണ് ഈ ബേക്കിംഗ്, കുക്കിംഗ്. പഠിച്ചത് BSc MLT ആണ്. മീൻസിൽ അതായത് ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ് പഠിച്ചത്. പക്ഷേ പഠിച്ച് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അതിൽ എന്തൊക്കെയോ എവിടേക്കോ ഒരു മിസ്സിങ് പോലെ, അതായത് ലൈഫിൽ ഒരു അത്ര ഹാപ്പി അല്ല. അപ്പം അതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് വെച്ച് നിനക്ക് നിൻ്റെ ഒരു പാഷൻ എന്നെ ചൂസ് ചെയ്തുകൂടെ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോബ് ചെയ്യുന്നതിൽ നല്ല നിനക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതെന്നെ ചൂസ് ചെയ്തുകൂടെ. അങ്ങനെ പിന്നെ ചെറിയ രീതിയിൽ ഒരു 2019 സെപ്റ്റംബറിലാണ് ചെറിയ രീതിയിൽ നമ്മളിതുപോലെ ചോക്ലേറ്റിൻ്റെ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇനീഷ്യലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ചെറിയ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് നോക്കി. വെറും ഒരു പാഷൻ്റെ പുറമെ ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നുള്ളത്. ലാസ്റ്റ് ഇപ്പം കറൻ്റ്ലി നമുക്ക് 8 സ്റ്റാഫോളം ഉണ്ട്. അതുപോലെ ചോക്ലേറ്റിൻ്റെ മേക്കിങ്ങിനും പാക്കിങ്ങിനും പിന്നെ ഡിസൈനിങ്ങിനും ഗ്രാഫിക്സിനൊക്കെ ആയിട്ട് 8 സ്റ്റാഫോളം ഉണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് വന്ന് അത് സോൾവ് ചെയ്ത് അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ 5 വർഷം മുന്നോട്ട് പോയത്. പക്ഷേ എന്നാലും നമുക്കൊരു അറ്റ് ദ എൻഡ് നമ്മൾ ഹാപ്പിയാണ്. അത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ഹാപ്പി ആണെങ്കിൽ ശരിക്കും അതാണ് ചെയ്യേണ്ടത്. ആഷികയുടെ വിജയഗാഥയിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് സന്തോഷം. ഇഷ്ടമുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം. അതിൻ്റെ കണക്ക് നേരത്തെ പറഞ്ഞ പോലെ അളക്കാൻ പറ്റാത്തതാണ്, കണക്ക് കൂട്ടാൻ പറ്റാത്തതാണ്. അപ്പോൾ ആഷികയാണ് മനോരമ ന്യൂസിൻ്റെ വ്യക്തിഗത പെൺതാരം. എന്താണ് ആഷികയ്ക്ക് ഈ യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? ഇന്നിവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ഒരു യാത്രയിൽ ഒരു ബിഗിനിങ് ആയിട്ട് ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ്. തീർച്ചയായും ഇതാണ് ബിഗിനിങ് എന്നാണ് ആഷിക കാണുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കുകയാണല്ലോ ആഷിക ചോക്ലേറ്റിന്റെ ഒരു റിസ്കിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ പൊളിറ്റിക്കൽ പാക്കിംഗ് അടക്കം നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ ആഷികയുടെ ചോക്ലേറ്റുകൾ എത്തി. ഷാഫി പറമ്പലിന്റെ വിജയത്തിൽ വരെ ആ ചോക്ലേറ്റിന്റെ മധുരത്തിനൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു, എല്ലാ പാർട്ടിക്കാർക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലികളിൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങിക്കിടക്കും, നമുക്ക് പുറത്തിറങ്ങാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ കുടുങ്ങിയിരിക്കുന്നവരോട് ആഷികയ്ക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. പിന്നെ നമ്മളുടെ സൈഡിൽ നിന്ന് മാക്സിമം ട്രൈ ചെയ്യുക. ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുമോ അത് മാക്സിമം രാപ്പകലില്ലാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള മേഖല ധൈര്യമായിട്ട് ഇറങ്ങിയാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. പെൺതാരം പുരസ്കാരവും 2 ലക്ഷം രൂപയുടെ സമ്മാന തുകയുമാണ് ആഷികയ്ക്ക് ലഭിക്കുന്നത്.